ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാനിതാ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിന് കേട്ടോ. അത് കഴിഞ്ഞാണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടേനി, അതൊക്കെ കഴുകാനൊക്കെ നിന്നിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ വീണ്ടും അടുപ്പത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോഴേക്ക് നമ്മൾ വെള്ളം വെച്ചതൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചീനി. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കുടിക്കാനുള്ള വെള്ളം അതിന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളെ അതിനുമോളെ ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുളിപ്പിക്കൽ. അപ്പോൾ അവളെ കുളിപ്പിക്കാനുള്ള വെള്ളം വേറൊരു പാത്രത്തേക്കായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അരിയൊക്കെ കഴുകിയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇനി അതൊക്കെ ഇട്ട് കൊടുക്കണത്. അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് ഇവിടെ കടന്ന് നന്നായിട്ട് വെന്ത് റെഡി ആവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ബാക്കി പണികളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മീനുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ. അതൊക്കെ കുറച്ച് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിനി ഐസ് വിടാൻ. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആകെ 4 മത്തിയാണ് കേട്ടുള്ളത്. നല്ല വലിയ നെയ്യൊക്കെ ഉള്ള മത്തി എന്ന് പറയില്ലേ. അപ്പോൾ ഇത് 1/2 കിലോൻ്റെ മത്തിയാണ് ഇട്ടത്. ആകെ 4-നുള്ളൂ. ഇപ്പോൾ മീനിനൊക്കെ നല്ല വിലയും കാര്യങ്ങളൊക്കെയാണല്ലോ അല്ലേ. അപ്പോൾ ഞാനിനി അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതും കൊണ്ട് മീനൊക്കെ ഒന്ന് മുളകിട്ടെടുക്കാമെന്നാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ മീനൊക്കെ നന്നാക്കി വെച്ചിങ്ങാണ്ട് ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ നമ്മളെ അതിനുമോളെ കുളിപ്പിക്കാനും ഓൾക്ക് മാമാമ കൊടുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിന് കേട്ടോ ഞാൻ. അപ്പോൾ ഓളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിപ്പോൾ ഞാൻ ഓൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ അതിനുമോൾക്ക് അടുത്ത മാസത്തേക്ക് 1 വയസ്സാകും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓൾക്ക് നമ്മൾ വിരകണ ഫുഡിൻ്റെ അടിയിൽ കൂടെ ഒരു നേരമോ ഒക്കെ ആയിട്ട് ചോറോ അല്ലെങ്കിൽ ഇതേപോലെ കഞ്ഞിയൊക്കെ നന്നായിട്ട് ഉടച്ചിങ്ങാണ്ടൊക്കെ കൊടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയിലിട്ടൊന്നും അടിച്ച് കൊടുക്കരുത്. നമ്മൾ ചോറാണെങ്കിൽ എന്ത് സാധനമാണെങ്കിലും നമ്മൾ നന്നായിട്ട് സ്പൂണും കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലാസ്സൊക്കെ വെച്ചുകൊണ്ട് നന്നായിട്ട് ഉടച്ചിങ്ങാണ്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സ്പൂണും കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉടച്ചിങ്ങാണ്ടൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചില അറ്റും കാര്യങ്ങളൊക്കെ ശരിക്കും ഉടയാത്തതുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാകുമ്പോൾ ഓള് തുപ്പണുണ്ട്. ഈ കഞ്ഞിക്ക് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ ഓൾക്ക്. 2 ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടുങ്ങാണ്ട് നന്നായിട്ട് കുത്തി ചതച്ചിങ്ങാണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഊറ്റിച്ച് നന്നായിട്ട് മിക്സാക്കിങ്ങാണ്ടാണ് കേട്ടോ ആ ഒരു ചമ്മന്തിയും കൂട്ടിയാണ് ഓൾക്ക് കഞ്ഞി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓളെ ഉറക്കിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ കിച്ചണിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നാക്കി വെച്ചിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് മുളകിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 4-5 ഒരു മീഡിയം സൈസ് ചെറിയ ഉള്ളിയും പിന്നെ 3-4 ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8-10 ഉണ്ടാവും കേട്ടോ വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ. അതും ഇട്ട് കൊടുത്തുങ്ങാണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കൊടുമ്പുളി ഉണ്ടല്ലോ അതും വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. മീൻ കറി ഉണ്ടാക്കണതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും അതൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതാ ഞാൻ ചെറിയ 2-3 കൊടുമ്പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി നല്ലൊരു വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ മൺചട്ടിയാണല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക മൺചട്ടിയിൽ വെച്ചാൽ. അപ്പോൾ ഞാൻ മൺചട്ടി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചട്ടിയൊക്കെ ഗ്യാസ് അടുപ്പുമ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ചെറിയൊരു സ്പൂണാണ് ഇട്ടത്. ആ ഒരു സ്പൂണിന് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഒരു 1/4 ടീസ്പൂൺ കേട്ടോ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചതച്ച് വെച്ച ചീരുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിൻ്റെയും പേസ്റ്റേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുവോളം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സ്പൂൺ കേട്ടോ 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി. പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ അതൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം പച്ചമണം മാറുവോളം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ തീയൊക്കെ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ചട്ടി തന്നെ ഉണ്ടാവും കേട്ടോ അത്യാവശ്യം ചൂടും കാര്യങ്ങളും. അപ്പോൾ അത് നന്നായിട്ട് വറുത്തുങ്ങാണ്ട് അതിൻ്റെ ഒരു ബ്രൗൺ കളറാകുവോളം അതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെ അത് ബ്രൗൺ കളറൊക്കെ ആയി വന്നപ്പോൾ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഏകദേശം തിളച്ച് റെഡി ആയപ്പോൾ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 3-4 മറ്റേ വെള്ളക്കാന്താരിയാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത്. അതും എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകാണെങ്കിൽ ഒരു 2-3 പച്ചമുളകൊക്കെ മതിയാവും. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത്. ഈ ഒരു സമയത്തൊക്കെ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ ഇതാ ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ചട്ടി അടച്ച് വെച്ചുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കട്ടോ. ഈ ഇതിലേക്ക് ഇട്ട തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുവോളം. അപ്പോൾ ഇതാ കുറേ നേരം അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അധിക നേരം കയ്യിൽ വെച്ചുകൊണ്ട് അളക്കരുത് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഉടഞ്ഞു പോകും. അതിലേറെ നല്ലത് നമ്മൾ ഈ ഒരു ചട്ടി ഇതിമന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കണതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളൊന്നും ഒടിയാതെ അതേപോലെ തന്നെ കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ചുറ്റിച്ച് കൊടുത്തുകൊണ്ട് കുറച്ച് നേരം പാടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മത്തിമീൻ മുളകിട്ടതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളെ ഇന്നത്തെ കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.